നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഴക്കൂട്ടം ഉൾപ്പെടുന്ന പ്രദേശം ഗുണ്ടാക്രമണത്തിന്റെ ഭീതിയിലാണ്. ഇതോടൊപ്പം മലപ്പുറം പെരിന്തൽമണ്ണയ്ക്ക് പിന്നാലെ കോഴിക്കോട് കൊടുവള്ളിയിലും വൻ സ്വർണ്ണ കവർച്ചയുണ്ടായി. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതുവരെയും പ്രതിയെ പിടികൂടാനും കഴിഞ്ഞിട്ടില്ല. ഈ വാർത്തകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവ്. ആദ്യം പോകുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഗുണ്ടാ ആക്രമണ കേസിലേക്കാണ്. കഴക്കൂട്ടത്ത് ഹോട്ടലിലാണ് ഗുണ്ടാ ആക്രമണം ഉണ്ടായത്. ഹോട്ടൽ ജീവനക്കാരൻ വെഞ്ഞാറമൂട് സ്വദേശി തൗഫീഖ് റഹ്മാന് വെട്ടേറ്റു. കഴക്കൂട്ടം ജംഗ്ഷനിലെ കൽപ്പാത്തി ഹോട്ടലിലാണ് ആക്രമണം നടന്നത്. ഹോട്ടലിലെ സാധനങ്ങളും തകർത്തു. വധശ്രമമടക്കമുള്ള കേസുകളിൽ പ്രതിയായ കഴക്കൂട്ടം സ്വദേശി വിജീഷ്, സഹോദരൻ വിനീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ചേരുന്നു. വിനോദ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാന നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്നു. ഇത് ഒരു ഹോട്ടലിലെത്തി ഹോട്ടൽ ജീവനക്കാരനെ ആക്രമിക്കുന്നു. എന്താണ് ഈ ആക്രമണത്തിന് കാരണം? ഈ ഹോട്ടൽ ജീവനക്കാരൻ തൗഫീഖിനെ ലക്ഷ്യമിട്ടായിരുന്നു അക്രമികൾ അവിടെ എത്തിയത്. ടോം, വിനീഷ്, വിജീഷ് ഇങ്ങനെ രണ്ട് സഹോദരങ്ങളാണ് ഈ അക്രമ സംഭവത്തിന് പിന്നിൽ. ഇരുവരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. തുമ്പ, കഴക്കൂട്ടം, അതോടൊപ്പം തന്നെ കഠിനംകുളം സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഈ രണ്ട് സഹോദരന്മാർക്കെതിരെയുമുണ്ട്. ഇതിൽ വിനീഷ് നേരത്തെ ഈ ഹോട്ടലിലേക്ക് എത്തി പണം ആവശ്യപ്പെട്ടിരുന്നു. അത് ഒരാഴ്ച മുൻപായിരുന്നു ഈ സംഭവം. മദ്യപിച്ച ശേഷം ഈ ഹോട്ടലിലെത്തി ഗുണ്ടാപിരിവ് ആവശ്യപ്പെടുകയായിരുന്നു. അന്ന് ഈ ഹോട്ടലിലെ ജീവനക്കാർ അതിന് തയ്യാറായില്ല. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നലെ രാത്രി 11:30 വീണ്ടും ഈ ഹോട്ടലിലേക്ക് എത്തുന്നത്. കഴക്കൂട്ടം ജംഗ്ഷനിൽ തന്നെ പ്രവർത്തിക്കുന്ന കൽപ്പാത്തി എന്ന ഹോട്ടലാണ്. ഈ ഹോട്ടലിലെ ജീവനക്കാരനാണ് തൗഫീഖ്. ഇവർ മാരകായുധങ്ങളുമായി ഈ രണ്ട് സഹോദരങ്ങളും ഈ ഹോട്ടലിലേക്ക് എത്തുകയും തൗഫീഖിനെ വെട്ടുകയുമായിരുന്നു. കഴുത്ത് ലക്ഷ്യം വെച്ച് വെട്ടിയെന്നാണ് തൗഫീഖ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഈ വെട്ട് കൈകൊണ്ട് തടുക്കുകയായിരുന്നു. തുടർന്ന് ഈ കൈയിൽ ഗുരുതരമായ പരിക്കേറ്റു. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 8ഓളം തുന്നിക്കെട്ടലുകളുണ്ട് കയ്യിൽ. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയതെന്ന കാര്യമാണ് പോലീസ് പറയുന്നത്. ഇവർക്കെതിരെ നേരത്തെയും ഈ കൊലപാതക കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി കേസുകളുണ്ട്. 15ഓളം കേസുകൾ ഇരുവർക്കുമെതിരെയുണ്ട്. വളരെ മുൻപ് തന്നെ ഇങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന രീതി ഉണ്ടായിരുന്നു രണ്ട് സഹോദരങ്ങൾക്കും. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്നതടക്കമുള്ള പരാതികൾ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പലപ്പോഴും അറസ്റ്റിലാവുകയും പോലീസിന്റെ നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നു. കാരണം കഴക്കൂട്ടം പോലൊരു സ്ഥലത്ത് അവിടെ ഈ ടെക്നോ പാർക്കും ആ തരത്തിലുള്ള ഇൻഫോസിസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് രാത്രി ലൈഫ് അല്ലെങ്കിൽ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന രാത്രി ജീവിത ആളുകൾ ഈ സാധനങ്ങൾ വാങ്ങുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെ ഈ ടെക്കികൾ അവരുടെ ജോലി സമയം കഴിഞ്ഞ് പോകുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് തലസ്ഥാനത്ത് തന്നെ ഇങ്ങനെ നൈറ്റ് ലൈഫ് ഒരു പരിധിവരെയെങ്കിലും ഉള്ള സ്ഥലമാണ് കഴക്കൂട്ടം. അവിടെയാണ് തുടരെ ഇങ്ങനെ അക്രമങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെ ഒരു മാസം മുൻപ് ബോംബേർ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിനെ ആക്രമിക്കുന്ന മേനംകുളത്ത് പോലീസിനെ തന്നെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പരിധി കഠിനംകുളം മുതൽ കഴക്കൂട്ടം വരെയുള്ള ഒരു മേഖല, അവിടെ ധാരാളം ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്ന ഇടങ്ങളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ ജോലിക്കെത്തി ഇവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. അവിടെ വനിതകൾക്ക് ഉൾപ്പെടെ അക്രമത്തിന് ഇരയാകുന്ന സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ മാർജിൻ ഫ്രീ ഷോപ്പിലെ ജീവനക്കാർ രാത്രി അവരുടെ ജോലി കഴിഞ്ഞ് കുളത്തൂരിലെ മാർജിൻ ഫ്രീ ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അവർക്ക് നേരെ അതിക്രമം ഉണ്ടായത്. 2 പേർ സ്കൂട്ടറിലെത്തി അവരെ ശാരീരികമായി ഉപദ്രവിക്കുകയായിരുന്നു. ആ തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ കഴക്കൂട്ടം സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമായി നമുക്ക് ഇന്നലത്തെ ഈ കുറ്റകൃത്യത്തെ കാണാം. ഹോട്ടലിലേക്ക് എത്തി ജീവനക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ടോം, വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ നൈറ്റ് ലൈഫ് വളരെ സജീവമായിട്ടുള്ള ഒരു പ്രദേശമാണ് കഴക്കൂട്ടം. വളരെ നിരവധി ടെക്കികൾ താമസിക്കുന്ന അവിടെ ഒരു സ്ഥലം കൂടിയാണ്. അവരുടെയൊക്കെ സ്വൈര്യ ജീവിതം തകരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഗുണ്ടകൾ പകൽ സമയവും രാത്രിയും ഒക്കെ അഴിഞ്ഞാടുന്ന കാഴ്ച. പോലീസ് എന്തുകൊണ്ടാണ് ഒരു ശക്തമായ നടപടി ഇവർക്കെതിരെ സ്വീകരിക്കാത്തത്? നമുക്കറിയാം, ഇതിനു മുൻപ് തിരുവനന്തപുരത്ത് തുടർച്ചയായി ഗുണ്ടാ ആക്രമണവും ഗുണ്ടാ കുടിപ്പകയെ തുടർന്നുള്ള കൊലപാതകങ്ങളൊക്കെ അരങ്ങേറിയത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. അന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പോലീസ് പല രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു. നിരവധി, അതായത് 100 കണക്കിന് ഗുണ്ടകളെ ജയിലിലടയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. വീണ്ടും അവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു. അതിനപ്പുറം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഗുണ്ടകൾക്കെതിരെ ഈ ഗുണ്ടാ പ്രവർത്തനത്തെ അമർച്ച ചെയ്യാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്?
ടോം, നേരത്തെ തന്നെ മംഗലപുരം സ്റ്റേഷനിൽ ഇങ്ങനെയുള്ള ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള മുഴുവൻ പോലീസുകാരെയും മാറ്റുന്ന ഒരു നിലയെത്തിയിരുന്നു. അത് മംഗലപുരം സ്റ്റേഷനിലാണ് മണ്ണ് മാഫിയയുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആ സ്റ്റേഷനിലുണ്ടായിരുന്ന ഏതാണ്ട് 40ഓളം പോലീസുകാരെ CA അടക്കം SI ഉൾപ്പെടെ ASIമാരടക്കം ആ സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. അതിന് തൊട്ടടുത്ത സ്ഥലമാണ് കഴക്കൂട്ടം, തുമ്പ, കഴക്കൂട്ടം, കഠിനംകുളം, മംഗലപുരം സ്റ്റേഷനുകളെല്ലാം ഒരു മേഖലയിൽ വരുന്നതാണ്. ഈ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള ആളുകൾ താമസിക്കുകയോ അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ മറ്റ് ആളുകൾ ഇവിടെ ഇങ്ങനെയുള്ള ടെക്കുകളുടെ ഒരു ജീവിത സാഹചര്യം മനസ്സിലാക്കി ഇവിടെ വന്ന് സ്ഥാപനം തുടങ്ങിയ ആളുകളുണ്ട്, മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളുണ്ട്. അവരെല്ലാം തന്നെ തൊഴിലെടുക്കുന്ന ഇടമാണ്. രാത്രികാലങ്ങളിലൊക്കെ വലിയ തോതിൽ ആൾസഞ്ചാരമുള്ള പ്രദേശമാണ് കഴക്കൂട്ടം. ധാരാളം ഫ്ളാറ്റുകളും വീടുകളും എല്ലാം തന്നെ ഉള്ള ഒരു വലിയ ടൗൺഷിപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഇടമാണ്. തിരുവനന്തപുരത്ത് തന്നെ വളരെ വേഗം വികസനം വരുന്ന ഒരു മേഖലയാണ് കഴക്കൂട്ടം. അവിടെയാണ് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം ഉണ്ടാകുന്നത്. തുടരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. പലപ്പോഴും ഇത് മണ്ണ് മാഫിയയുമായി ബന്ധപ്പെട്ടും മറ്റ് ലഹരി വസ്തുക്കൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള സംഘങ്ങളാണ്. ഇവർക്ക് പോലീസിന്റെ വഴിവിട്ട സഹായം ലഭിക്കുന്നു എന്നത് നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മംഗലപുരം സ്റ്റേഷനിലെ 40ഓളം ഉദ്യോഗസ്ഥരെ ഒറ്റയടിക്ക് തന്നെ ഒരു സ്റ്റേഷനിൽ തന്നെ, ഒരുപക്ഷെ കേരളത്തിലെ ഈ പോലീസിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ആദ്യമായിരിക്കും ഒരു സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടി ഉണ്ടായത്. അന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നടപടിയായിരുന്നു. ഗുണ്ടാബന്ധത്തിന്റെ പേരിലായിരുന്നു അത്തരമൊരു നടപടി സ്വീകരിച്ചത്. ഇന്നലെ 11:30 മണിക്ക് ഈ ആക്രമണം നടന്നിരിക്കുന്നു. വിനീഷ് എന്ന് പറയുന്ന ഗുണ്ട ആ കടയിലെത്തി ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ടിരുന്നു ഒരാഴ്ച മുൻപ്. ഈ പണം നൽകാത്തതിന്റെ പേരിലാണ് ആക്രമണം ഉണ്ടായത്. ഈ സഹോദരങ്ങൾ ഒരുമിച്ച് ആ ഹോട്ടലിലേക്ക് എത്തുകയും, കൽപ്പാത്തി എന്നാണ് ആ ഹോട്ടലിന്റെ പേര്, ടൗണിൽ തന്നെ പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. അവിടുത്തെ ജീവനക്കാരനായ തൗഫീഖിനെയാണ് ആക്രമിച്ചത്. തൗഫീഖിന്റെ കഴുത്ത് ലക്ഷ്യം വെച്ച് വെട്ടുകയായിരുന്നു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് ഈ വെട്ട് കൈകൊണ്ട് തടയുന്നതിനിടയിലാണ് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റത്. തൗഫീഖ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ടോം, അങ്ങനെ പതിവായിട്ട് ഈ ഗുണ്ടാപ്പിരിവ് നടക്കുന്ന ഒരു പ്രദേശമാണോ അത്? കാരണം വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ പണം ആവശ്യപ്പെടുന്നു, അങ്ങനെ പണം ആവശ്യപ്പെട്ടിട്ട് കൊടുത്തില്ലെങ്കിൽ അവരെ ആക്രമിക്കുക, അങ്ങനെ ഒരു ഗുണ്ടാ വാഴ്ച തന്നെ ഉണ്ടാകുന്നു. നമ്മുടെ കേരളത്തിലെ ഒരു സാമൂഹ്യ അന്തരീക്ഷം തന്നെ വളരെ മോശമാകുന്ന രീതിയിലേക്ക് വരെയും പോകാം. ഈ വിനീഷിന്റെയും ഈ പ്രതിയുടെ ഈ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ മാത്രമല്ല മറ്റ് സംഘങ്ങളൊക്കെ ഇതേപോലെ തിരുവനന്തപുരം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഇതുപോലെ ഗുണ്ടാപ്പിരിവ് നടത്തുന്നുണ്ടോ വിനോദ്? ടോം, നേരത്തെ തന്നെ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് ഓപ്പറേഷൻ ആഗ് എന്നൊരു നടപടിയുമായി പോലീസ് രംഗത്ത് വന്നിരുന്നു. അത് കരമനയിൽ ഒരു യുവാവിനെ ഈ ഭാരമുള്ള കല്ല് ശരീരത്തിലിട്ട് കൊലപ്പെടുത്തുന്ന സംഭവമുണ്ടായി. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അവർ നേരത്തെ തന്നെ കരമനയിൽ തന്നെ മറ്റൊരു യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ്. അവർ KGF മോഡലിൽ കൊല നടത്തി, അല്ലെങ്കിൽ ആ തരത്തിൽ ആ സിനിമയിൽ കണ്ട് പ്രചോദനപ്പെട്ട് ആ തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് പോയി എന്ന മൊഴിയാണ് ആദ്യത്തെ കേസിൽ അവർ പോലീസിന് നൽകിയത്. പക്ഷേ വീണ്ടും ഇതേ പ്രതികൾ പുറത്തിറങ്ങുകയും മറ്റൊരു യുവാവിനെ കരമനയിൽ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. കമ്പി കൊണ്ട് തലയ്ക്കടിക്കുകയും പിന്നീട് വലിയ ഭാരമുള്ള കല്ല് ശരീരത്തിൽ ആവർത്തിച്ചിട്ട് ആ യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ തന്നെ പോലീസിന്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഉന്നതതല യോഗത്തിൽ DGP തന്നെ വ്യക്തമാക്കിയതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രവർത്തനം അത് കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നത്. കാരണം ഇത്തരം ഗുണ്ടകൾ ജാമ്യത്തിൽ ഇറങ്ങുക അല്ലെങ്കിൽ അവരുടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തു വരുന്ന സാഹചര്യം, ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുന്ന സാഹചര്യം, ഈ സമയത്തൊക്കെ തന്നെ ഇവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ഇവർ പിന്നീട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കുക എന്നത് കുറേയധികം ഉദ്യോഗസ്ഥർ അത് കൃത്യമായി നടത്തുന്നുണ്ട്. അവിടെ അവർ പറയുന്നൊരു ബുദ്ധിമുട്ട് ജില്ലാ ഭരണകൂടമാണ് കാപ്പ ലിസ്റ്റിന് അംഗീകാരം നൽകേണ്ടത്. പലപ്പോഴും കളക്ടർമാർ ഇതിന് തടസ്സം നിൽക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു ഭേദഗതി വന്നിരുന്നു. ജില്ലാ പോലീസ് മേധാവിമാർക്ക് തന്നെ ഈ കാപ്പയുടെ കാര്യത്തിൽ സ്വതന്ത്രമായ നിലപാടെടുക്കാമെന്ന തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിരുന്നു. എങ്കിൽ തന്നെയും ഇത്തരത്തിൽ ഗുണ്ടാ വിളയാട്ടം നടക്കുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ നഗരത്തിൽ ഇത്തരത്തിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം ഉണ്ടാകുന്നു. ഓപ്പറേഷൻ ആകട്ടെ ഏറെക്കുറെ നിലച്ച മട്ടിലുമാണ്. വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല. ഏതാണ്ട് 12,000-ഓളം ഗുണ്ടകളെയാണ് സംസ്ഥാന വ്യാപകമായി അന്ന് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ആ അറസ്റ്റ് നടപടിക്രമമായി ഒതുങ്ങുകയും അവരെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള നടപടികൾ കാര്യക്ഷമമായി ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ടോം, വ്യക്തമാണ്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ ആകുന്ന പേരിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പദ്ധതികൾ നടപ്പാക്കി ആയിരക്കണക്കിന് ഗുണ്ടകളെ ജയിലിലടച്ചിട്ടും
അത് ഫലം കണ്ടില്ല, അത് ഫലപ്രദമായിട്ടുള്ള നടപടിയല്ല പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് വിനോദ് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ഭയം തോന്നുന്ന ഒരു സാഹചര്യമുണ്ടാകും. പോലീസ് ഇവർക്കെതിരെ കടുത്ത നടപടിയാണ് സ്വീകരിക്കേണ്ടത്.